തെലങ്കാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വം അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ കോൺഗ്രസിന് വമ്പൻ വിജയം. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ 3 വർഷം മുൻപ് ആരംഭിച്ച വികസന കുതിപ്പിന് ജനങ്ങൾ നൽകിയ അംഗീകാരമായി ഈ ഫലം മാറുകയാണ്. BJP അപ്രസക്തമാക്കിയതും BRSന്റെ തിരിച്ചുവരവ് മോഹങ്ങളെ തടഞ്ഞതും കോൺഗ്രസ് തെലങ്കാനയുടെ കരുത്തായി മാറ്റിയിരിക്കുകയാണ്. ആകെ 116 മുനിസിപ്പാലിറ്റികളും 7 കോർപ്പറേഷനുകളുമായി നടന്ന പോരാട്ട വീര്യത്തിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി മുന്നേറ്റം നടത്തുകയായിരുന്നു. പ്രഖ്യാപിക്കപ്പെട്ട 1567 വാർഡ് ഫലങ്ങളിൽ പകുതിയിലധികം സീറ്റുകളും സ്വന്തമാക്കി കോൺഗ്രസ് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി. 3 വർഷങ്ങൾക്ക് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സദ്ഭരണത്തിന് തെലങ്കാന വോട്ടർമാർ വിധിയെഴുതിയപ്പോൾ BJP എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖര റാവു എന്ന KCRന്റെ BRSന് നില മെച്ചപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും കോൺഗ്രസ് തേരോട്ടത്തിന് മുന്നിൽ ആ പാർട്ടി വീണുപോയി എന്ന് തന്നെ പറയണം. ആകെയുള്ള 116 മുനിസിപ്പാലിറ്റികളും 7 കോർപ്പറേഷനുകളും ചേർന്ന് 2996 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും ഒടുവിൽ 1567 വാർഡുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 1240 സീറ്റുകളും കോൺഗ്രസ് തന്നെ പിടിച്ചെടുത്തു കഴിഞ്ഞു. കോൺഗ്രസിനെ തെലങ്കാനയിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്ന് വീമ്പ് പറഞ്ഞാണ് BJP വോട്ട് തേടിയത്. എന്നാൽ വെറും 211 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത്. കോൺഗ്രസ് അതിശക്തമായി കരുത്തുകാട്ടിയപ്പോൾ BJP തെലങ്കാനയിൽ തകർന്ന് പൊടിയായി എന്നും പറയാം. KCRന്റെ BRSന് 659 സീറ്റുകളിൽ ജയിക്കാൻ സാധിച്ചത് അല്പം ആശ്വാസമാണ്. ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിക്ക് 28 സീറ്റിൽ വിജയം പിടിച്ചെടുക്കാൻ സാധിച്ചുവെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വോട്ട് പിടിച്ചത് വലിയ ക്ഷീണമാക്കി. ഇക്കുറി 200 വാർഡുകൾ ജയിക്കും എന്നായിരുന്നു മജ്ലിസ് പാർട്ടി അവകാശപ്പെട്ടത്. എന്നാൽ കഷ്ടിച്ച വെറും 50 സീറ്റിൽ മജ്ലിസ് ഒതുങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അധികാരത്തിലെത്തി വർഷം 3 കഴിഞ്ഞിട്ടും ഒരു അഴിമതി ആരോപണം പോലും രേവന്ത് റെഡ്ഡി സർക്കാരിന് നേരെ ഉയർന്നിട്ടില്ല. അതിനു പുറമെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നാകെ നടപ്പിലാക്കുവാനും സർക്കാരിന് സാധിച്ചു. ഭരണവിരുദ്ധ വികാരം ഇളക്കിവിടാൻ BJP പഠിച്ച പണി 18 നോക്കിയിട്ടും രക്ഷയുണ്ടായില്ല എന്നും കാണാൻ സാധിക്കും. ആകെ 13,000-ഓളം സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. 52 ലക്ഷത്തിലധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയിരുന്നു. അതിൽ 26.67 ലക്ഷം സ്ത്രീകളും 25.50 ലക്ഷം പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന ഭരണകക്ഷിയെ കോൺഗ്രസിനും പ്രതിപക്ഷമായ BRSനും BJPക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാം എന്ന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇറങ്ങിയത്. ആ പ്രതീക്ഷ കാത്തുവെന്ന് കാണാൻ സാധിക്കും. അതേസമയം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടിയിൽ നിന്നും കരകയറുവാൻ K. ചന്ദ്രശേഖര റാവുവിന്റെ BRSന് കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും നില അല്പം ഒന്ന് മെച്ചപ്പെട്ടുവെങ്കിലും കോൺഗ്രസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിനും BRSനും പകരമായി സംസ്ഥാനത്ത് സാന്നിധ്യമാകാനാണ് BJP ശ്രമിച്ചത്. പക്ഷേ നാണം കെട്ടു എന്ന് ഫലം സൂചിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടിയ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രബല പാർട്ടി എന്ന സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതേസമയം കോൺഗ്രസിനും BRSനുമെതിരെ ഒരുപോലെ ബദലായി ഉയർന്നു വരുമെന്ന BJP പ്രഖ്യാപനമാണ് നിലം തൊടാതെ പോയതും എന്നും കാണാം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടികൾ നേരിട്ട BRS ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BRS അംഗം വെട്ടാൻ ഇറങ്ങിയത്. പൊതുവിതരണ സംവിധാനത്തിന് കീഴിലുള്ള അരി വിതരണം, ആരോഗ്യശ്രീ ആരോഗ്യ പദ്ധതി, സർക്കാർ നടത്തുന്ന ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ദരിദ്രർക്ക് 500 രൂപയ്ക്ക് LPG സിലിണ്ടറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ക്ഷേമ പരിപാടികൾ ഇതിനകം തന്നെ കോൺഗ്രസ് സർക്കാർ തെലങ്കാനയിൽ നടപ്പിലാക്കിയിരുന്നു. അതിനുള്ള നന്ദി വോട്ടർമാർ ബാലറ്റിലൂടെ അറിയിച്ചപ്പോൾ BJP കാവേരി നദിയിൽ എറിയപ്പെട്ടുവെന്നും കാണാൻ സാധിക്കും. എല്ലാ മുനിസിപ്പാലിറ്റികളുടെയും വികസനത്തിനായി മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനവും വോട്ടർമാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. 2 വർഷത്തിനിപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രേവന്ത് റെഡ്ഡി സർക്കാർ തുടരുമെന്ന കാര്യം കൂടി അടിവരയിട്ടാണ് തെലങ്കാന തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരശ്ശീല വീഴുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചന കൂടിയാണ്. രേവന്ത് റെഡ്ഡിയുടെ ജനകീയ ഭരണത്തിന് കീഴിൽ തെലങ്കാന ഒരു പുതിയ യുഗത്തിലേക്ക് കുതിക്കുകയാണ് എന്ന് ഈ ഫലം അടിവരയിടുന്നു.